നമസ്കാരം, എൻ്റെ പേര് സലാഹുദ്ദീൻ എന്നാണ്. ഞാൻ MTTM കോഴ്സിൻ്റെ അഡ്മിഷൻ അതുപോലെ പ്ലേസ്മെൻറ്റ് ഓഫീസറാണ്. MTTM എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോഴ്സാണ്. 20 വർഷം മുമ്പ് ഈ കോഴ്സ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ഡാനി ആൻഡ് റോയ്, അവരുടെ പാരൻസ് ആണ് ഇരിക്കുന്നത്. അവർ നമ്മൾ ഈ കോഴ്സിനെ കുറിച്ച് അവരൊരു ഫീഡ്ബാക്ക് അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നമ്മളൊരു സർവീസ് എന്നും അതുപോലെ ഈ MTTM കോഴ്സ് എന്നും, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ലോണിന് നമ്മുടെ ഒരു സർവീസ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? എന്റെ പേര് ലിസി റോയി, ഇത് ഡാനിയുടെ പപ്പ. അപ്പൊ ഞങ്ങള് MTTM കോഴ്സിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് പറഞ്ഞു തന്നത് സാറാണ്. ഇവിടെ വന്നു അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്യാൻ പോയപ്പോ അതിന്റെ എല്ലാ ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ തന്നു. അംഗീകാരം കൊണ്ടുപോയി കൊടുത്തു. നമുക്ക് അവർ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ, ഇത് അംഗീകൃതമുള്ള കോഴ്സാണെങ്കിൽ മാത്രം തരുവുള്ളൂ. അംഗീകാരം പറഞ്ഞു ഓക്കെയാണ്. അങ്ങനെ അവർ ഞങ്ങൾക്ക് ലോൺ തന്നു. ക്ലിയർ ആയി. പൊതുവെ നിങ്ങൾ ഈ MTTM കോഴ്സ് അങ്ങനെ കേട്ടിട്ടുണ്ടായില്ല അല്ലെ? നിങ്ങൾക്ക് വന്ന ഒരു പേടിയായിരുന്നു, ഇത് പഠിച്ചാൽ ജോലി കിട്ടുമോ? എല്ലാവരും ഞങ്ങളുടെ കാരണം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞങ്ങളുടെ മോള്. അപ്പൊ ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന കൊച്ചിന് എന്തിനാണ് ഇങ്ങനെ ഒരു കോഴ്സ് കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളും ഒരു റിസ്കിൽ കൊണ്ടുപോയി ചേർത്തതാണ്. കൊണ്ടുപോയി ചേർത്ത് കുഴപ്പമില്ലാത്ത രീതിക്ക് 5 വർഷത്തെ കോഴ്സായിരുന്നു. 3 വർഷം ഡിഗ്രി, 2 വർഷം PG. അവളൊരു 9th സെം ആയപ്പോഴത്തേക്കും അവൾക്ക് പ്ലേസ്മെന്റ് കിട്ടി കോളേജിൽ. അതായത് കോഴ്സ് കഴിഞ്ഞ മുമ്പ് തന്നെ അവൾക്ക് പ്ലേസ്മെന്റ്. അതിന് മുന്നേ അവൾക്ക് ഖത്തർ എയർവേസിന്ന് ഓഫർ വന്നു. അത് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവളുടെ സർട്ടിഫിക്കറ്റ് ആയിട്ടില്ലായിരുന്നു. ആ സമയത്ത് അവള് കോഴ്സ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ പേരിൽ അത് റിജക്ട് ആയി. പിന്നെ അതിനെ ശ്രമിച്ചില്ല. അപ്പോഴേക്കും അവൾക്ക് 9th സെം കഴിഞ്ഞപ്പോ ഒരു ട്രാവൽ കമ്പനി കിട്ടി. അവിടെ ജോലി ചെയ്യുന്നതിലേക്ക് 10th കംപ്ലീറ്റ് ആക്കി. ഇപ്പൊ അവള് അതിൽ നിന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു MNC കമ്പനി, UK ബേസ്ഡ് MNC കമ്പനിയില് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും ഞങ്ങൾ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടി. അപ്പൊ ഞങ്ങൾ ആ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു സമാധാനമായി. കാരണം കോഴ്സ് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അവളുടെ കല്യാണം കഴിക്കുക, അവളുടെ ചേച്ചി UK യിലാണ്. അപ്പൊ ചേച്ചീനെ കല്യാണം കഴിക്കാൻ പയ്യനടക്കപ്പോ പറഞ്ഞു നല്ല കോഴ്സാണ്. അവളിപ്പോ അങ്ങനെ ലക്സംബർഗ് അങ്ങനെയുള്ള രാജ്യത്തേക്കൊക്കെ അപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നു. പുറത്തേക്ക് പോകാനായിട്ട് അവിടെയൊക്കെ ചാൻസ് ഉണ്ട്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അവിടേക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു. വർക്ക് വിസയിൽ പോകാനാണ്. പൈസ മുടക്കി പോകുന്നില്ല, വർക്ക് വിസയിൽ പോകാനായിട്ട് തന്നെ കൊടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ ഓക്കെ. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ പല കാര്യങ്ങൾക്കായി നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു സർവീസ് നിങ്ങൾക്ക് എന്തായിട്ടാണ് ഫീൽ? അത് ഞാൻ എപ്പോ വിളിച്ചാലും എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എപ്പോ വിളിച്ചാലും നല്ല സപ്പോർട്ടായിരുന്നു സാർ. എല്ലാ കാര്യങ്ങൾക്കും വിളിച്ചാൽ സാർ അപ്പൊ എടുത്തില്ലെങ്കിലും ചിലപ്പോ പുറത്തും രാജ്യങ്ങളിലായിരിക്കും. അപ്പൊ മെസ്സേജ് അയക്കും, സാർ തിരിച്ച് റിപ്ലൈ ചെയ്യുമായിരുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു. അതിനെ ഫുൾ സപ്പോർട്ടില് എപ്പോ വിളിച്ചാലും ബാംഗ്ലൂർ ഞങ്ങൾ ചെല്ലുന്ന സമയത്താണെങ്കിലും അവിടെ വരും. അതിന് 100% ഞാൻ ആ കാര്യത്തില് സംതൃപ്തിയാണ്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ അത് വന്നിട്ടുണ്ട്. ഇത് പറയാതെ വയ്യ. എനിക്ക് ഞങ്ങളുടെ കാര്യമായിട്ട് പിന്നെ പാരന്റ്സ് അന്വേഷിക്കുന്ന പോലെ എനിക്ക് മക്കള് ഓരോ പാരന്റ്സും, കാരണം ചില പാരന്റ്സ് ഒന്നും അന്വേഷിക്കുക പോലും ചെയ്യില്ല. അത് കോളേജിൽ ചെല്ലുമ്പോൾ തന്നെ അവർ പറയുന്നത് കോളേജുകാർ നല്ല രീതിക്ക് ഞങ്ങളോട് ഡീൽ ചെയ്ത്. അത് അവര് ഞങ്ങളോട് നല്ല രീതിക്ക് ഡീൽ ചെയ്ത്. കാരണം ഞങ്ങൾ അന്വേഷിക്കുമായിരുന്നു. പഠിക്കാൻ വേണ്ടിട്ട് അങ്ങ് വിട്ട പോലെയല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. അവരെ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ശരി, എന്തായാലും താങ്ക് യു സോ മച്ച്.